യു പി ബി.ജെ.പിയിൽ പൊട്ടിത്തെറിയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതിയ വാർത്തയാണ്. മോദി യോഗി തർക്കം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ബദലാപൂരിൽ നിന്നുള്ള ബി.ജെ.പിയുടെ എം.എൽ.എ രമേശ് ചന്ദ്ര മിശ്ര എന്ന ബി.ജെ.പിയുടെ എം.എൽ.എ ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെ എം.എൽ.എമാർക്കും എം പിമാർക്കെല്ലാം ഇപ്പോൾ ഭയം മാറി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ ചോദ്യം മോദിനെ മുൻനിർത്തി എം പിമാരോടും നേതാക്കന്മാരോടും ചോദിച്ചത്, നിങ്ങൾ നേതാക്കന്മാർക്കെല്ലാം മോദിനോട് ഒരു കാര്യം പറയാൻ ഭയമാണ് എന്നാണ്. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ മോദിനോടോ ഷാനോടോ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനോ പറയാനോ ധൈര്യമില്ല, ഭയമാണ് എന്നാണ്. അന്ന് ഒരാൾ പോലും അതിനെ എതിർത്തും കൊണ്ട് രംഗത്ത് വന്നതുമില്ല. ഇപ്പോൾ ഇതാ യു പിയിൽ നിന്നുള്ളൊരു എം.എൽ.എ തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ചോദ്യവുമായിട്ട്. ആദ്യം എം.എൽ.എ പറയുന്നത് जैसा कि मैं समझता हूं कि आज की डेट में जो स्थिति परिस्थिति है, जिस तरीके से पीडीए की बात चल रही है और जिस तरीके से समाजवादी पार्टी ने व्यापक भ्रामक स्थिति आम जनमानस में पैदा कर रखी है, उस हिसाब से अगर मैं देखूं तो भारतीय जनता पार्टी की आज की डेट में हमारी स्थिति अच्छी नहीं है। स्थिति अच्छी हो सकती है, उसके लिए मैं समझता हूं केंद्रीय नेतृत्व को बड़े निर्णय लेने पड़ेंगे। केंद्रीय नेतृत्व को जो है कहीं न कहीं उत्तर प्रदेश के चुनाव पे पूरी तरीके से फोकस करना पड़ेगा। भारतीय जनता पार्टी के एक एक कार्यकर्ता को, एक एक जनप्रतिनिधि को मन से लगना पड़ेगा, तभी हम 27 में सरकार पुनः बना सकते हैं। नहीं तो आज की जो स्थिति है उस स्थिति के हिसाब से हमारी सरकार बहुत ही स्थिति खराब है। हमारी सरकार बनने की स्थिति आज के डेट में नहीं दिखाई पड़ रही है। इसलिए मेरा केंद्रीय नेतृत्व से निवेदन है कि हम चाहते हैं, पूरी जनता चाहती है, आपके जो कोर वोटर हैं वो चाहते हैं कि भारतीय जनता पार्टी की सरकार 2027 में पुनः बने। इसलिए एक एक कार्यकर्ताओं के मन की बात यह है कि आपको बड़ा निर्णय लेना पड़ेगा, जिससे कि भारतीय जनता पार्टी യു പിയിലെ ബി.ജെ.പിയുടെ കാര്യം പരിതാപകരമാണെന്നാണ് ഈ എം.എൽ.എ പറയുന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ 8 നിലയിൽ പൊട്ടും എന്ന് തന്നെയാണ് ഈ എം.എൽ.എ പറയുന്നത്. അതുകൊണ്ട് ഇനി അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇനി കേന്ദ്ര നേതൃത്വം നേരിട്ടിട്ട് ഇവിടെ യു പിയിൽ നേരിട്ട് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കണം. ഓരോരോ പ്രവർത്തകരെയും കണ്ട് നേരിട്ട് സംസാരിക്കണം, മൻ കി ബാത്ത് നടത്തണം. എല്ലാ നേതാക്കന്മാരും യു പിയിൽ കേന്ദ്രീകരിക്കണം, കേന്ദ്ര നേതാക്കന്മാർ യു പിയിൽ കേന്ദ്രീകരിക്കണമെന്നാണ്. യോഗിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. യോഗിനെ കൊണ്ടോ മോദിനെ കൊണ്ടോ മാത്രം യു പിയെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ്. എല്ലാ നേതാക്കളും യു പിയിൽ തന്നെ കേന്ദ്രീകരിക്കണമെന്നാണ് പറയുന്നത്. ബി.ജെ.പി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എസ്.പി കോൺഗ്രസ് സഖ്യം, അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് 1.5 ലക്ഷം മുതൽ 3-4 ലക്ഷം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. താഴെ തട്ടിലുള്ള ബി.ജെ.പിയുടെ വോട്ടുകൾ എസ്.പിയിലേക്കും കോൺഗ്രസിലേക്കും പോയി എന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് താഴെ തട്ടിൽ നിന്ന് വീണ്ടും കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ട് ജനങ്ങളുമായി സംവദിച്ചിട്ട് അത് തിരിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരു തിരിച്ചുവരവ് ബി.ജെ.പിക്ക് അവിടെ തുടർഭരണം ഉണ്ടാവുകയില്ല. ബി.ജെ.പിക്ക് ഇനി ഒരു സീറ്റ് പോലും അവിടെ വിജയിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഈ എം.എൽ.എയുടെ വാദം.